ആയിരിക്കട്ടെ. നമ്മൾ ഈ പരമ്പരയുടെ 13ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പരമ്പരയുടെ ഭാഗത്ത് നമ്മൾ കണ്ടത് ആഗ്ലേ എന്ന ഒരു പാപിനിയായ സ്ത്രീ, അവിടെയുള്ള ഈശോയുടെ സമീപനം, അവിടെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്നെ ആദ്യമായി ജഡിക വികാരമില്ലാതെ, അശുദ്ധ വികാരമില്ലാതെ, ദയോടെ, കരുണയോടെ, സ്നേഹത്തോടെ, വീണ്ടെടുക്കേണ്ട ആഗ്രഹത്തോടെ നോക്കിയ ആദ്യത്തെ പുരുഷൻ ഈശോ തന്നെയായിരുന്നു. അതവളെ ഈശോ പറഞ്ഞ വാക്കുകളിൽ കൂടുതൽ ഈശോയുടെ ആ പെരുമാറ്റം അവളെ സ്പർശിച്ചു. ഈശോ പറഞ്ഞ കൂട്ടത്തില് നിന്റെ ആത്മാവ്, ഒരു റോമാക്കാരിയായ അവൾക്ക് ആത്മാവ് എന്തെന്ന് പോലും അറിയാത്ത അവളോട് ഈശോ ആത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൾ ചിന്തിക്കുവാൻ തുടങ്ങി, എൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഈ ലക്കത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേക കാര്യം, അവള് അവിടെ 14ാമത്തെ വയസ്സിൽ അവളെ ചൂഷണം ചെയ്യുകയാണ്. ആ ചൂഷണം ചെയ്യല് ഒരുപക്ഷെ ഇന്നത്തെ കാലത്തും നമുക്കിത് തന്നെ കാണാം. പെൺകുട്ടികളുടെ ജീവിതത്തിൽ 12-14 വയസ്സിലൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ശരീരത്തിൻ്റെ തലത്തിൽ വരുന്നു. ആ സമയത്ത് ഒരുപക്ഷെ അവർക്ക് പോലും ഒരു നല്ല സംരക്ഷകരോ അല്ല നല്ല നയിക്കുന്നവരോ ഇല്ലെങ്കിൽ എത്ര അപകടത്തിൽ അവർ ചാടാം എന്നുള്ളതിൻ്റെ ഒരടയാളം കൂടെയാണ് ഈ ആഗ്ലയുടെ ജീവിതം. അവളെ ഈശോ കൊടുത്ത ആ വിത്ത് അതവളെ അതിശക്തമായിട്ട് പ്രേരിപ്പിക്കുകയാണ് ആ നന്മയിലേക്ക്. ആഗ്ല എന്നുള്ള വാക്കിനർത്ഥം പാപം, തിന്മയെന്നാണെങ്കിൽ അവൾ നന്മയിലേക്ക് നേരെ തിരിഞ്ഞ് വരുന്ന ഒരു അനുഭവം. അവൾ ഈശോയുടെ കൂടെ എല്ലാം ഉപേക്ഷിച്ച് തെളിവെള്ളം എന്ന ഒരു സ്ഥലത്ത് ഈശോയെ കേൾക്കുവാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ അവൾ വളരെ ദൂരത്ത് നിന്നാണ് ഈശോയെ ശ്രവിക്കുന്നതും ഈശോയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും. മൂടുപടം ധരിച്ച അവള് അവിടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്ക് കാണാം, അവളെ ആദ്യം ഈശോ കാണുമ്പോൾ വേണ്ട പോലെ വസ്ത്രധാരണമില്ലാതെ യുവത്വത്തെ ആകർഷിക്കുന്ന അവിടെ രീതി. പക്ഷെ പിന്നീട് അവൾ ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ മൂടുപടം ധരിക്കുവാൻ തുടങ്ങി. അവിടെ മൂടുപടം ധരിച്ചതിൻ്റെ ഉദ്ദേശം ആരും അവിടെ സൗന്ദര്യത്തിൽ ആകർഷിതരായിട്ട് ആ തിന്മയിലേക്ക് നയിക്കപ്പെടരുത്. അതുപോലെ അവൾ ആരോടും ഒരക്ഷരം പോലും സംസാരിച്ചില്ല. കാരണം അവിടെ സ്വർണം കിളുങ്ങുന്നത് പോലുള്ള ആ ശബ്ദം, അതിലേക്കും ആകർഷിക്കപ്പെടാതിരിക്കുവാൻ അവൾ മൗനം പാലിച്ചു. ഇങ്ങനെയൊക്കെ വലിയ പരിവർത്തനം. നമുക്കറിയാം, ഈ തിരിച്ചുവരവിൻ്റെ തീവ്രമായിട്ടുള്ള ഒരു പരിശ്രമവും അതുമാത്രമല്ല ഈശോയുടെ കൃപയും കരുണയും അനുഗ്രഹവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ തീർച്ചയായും അത്ഭുതം നടക്കുന്നു. അവിടെ ജീവിതത്തിലെ ആ അത്ഭുതം തന്നെയാണ് നടന്നത്. അവൾ അത് കഴിഞ്ഞിട്ട് ആ തെളിവെള്ളം എന്ന ആ സ്ഥലത്ത് നിന്ന് ഈശോയെ ഓടിച്ചു വിട്ടവര് അവളെയും മാരകമായ ആ അപകടത്തിൽ പെടുത്തി അവൾ ഓടിപ്പോവുകയാണ്. അവള് ചെല്ലുന്നത് ഒരു ദിവസം രാത്രിയിൽ പരിശുദ്ധ അമ്മയുടെ ആ നസ്രത്തിലെ കുടുംബത്തിലാണ്. അവിടെ അവൾ എല്ലാം തുറന്നു വെച്ചു. തൻ്റെ 14ാമത്തെ വയസ്സിൽ മുതൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, തിന്മയിലേക്ക് നയിച്ചതെല്ലാം അവൾ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചു. ഇത് നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുന്ന ഇതാണ്. തീർച്ചയായും നമ്മൾ
നമ്മുടെ അവസ്ഥ, ആത്മീയ അവസ്ഥ എല്ലാവരോടും പറയേണ്ട കാര്യമല്ല. പക്ഷേ പറയേണ്ടവരോട് നമ്മൾ ഒന്നും മറച്ചു വെക്കാതെ പറയുന്ന, അവൾ ആരോടും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തവള് അമ്മയോട്, പരിശുദ്ധ അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അവൾ കരഞ്ഞു, മേരിയും കരഞ്ഞു. ആ രണ്ട് കരച്ചിലും വ്യത്യസ്തമായ, ഒന്ന് ലോകത്തിനെ നേടാൻ വേണ്ടിയുള്ള കരച്ചില്, മറ്റേത് സ്വന്തം പാവങ്ങളെ ഓർത്ത് കരഞ്ഞ്. അത് വലിയൊരു വഴിത്തിരിവായിരുന്നു. ഈ വഴിത്തിരിവാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്ന ഓരോ പാപികളുടെ ജീവിതത്തിലും കർത്താവ് നയിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട്, അവിടെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് അവൾ അമ്മയിലേക്ക് ആശ്രയിക്കുന്നത്. അവൾ തന്നെ പറഞ്ഞു, എൻ്റെ ഇന്നലകൾ അവളോട് പറയുന്ന ആ പഴയ ജഡിക സുഖത്തിലേക്ക് തിരിച്ചു പോവുക. വർത്തമാനകാലം അവളോട് പറയുന്നത്, നിനക്കിനി രക്ഷയില്ല, ആത്മഹത്യ ചെയ്യുക. ഈശോ കൊടുത്ത ആ പ്രത്യാശ അവളോട് പറയുന്നത്, മകളെ, നിനക്ക് വേണ്ടി നീ നഷ്ടപ്പെട്ട സൗഭാഗ്യത്തിൽ കൂടുതൽ ആത്മാവിൻ്റെ ആ തിരിച്ചറിവോടുകൂടി നിനക്ക് വേണ്ടി വരുന്നു. അങ്ങനെ ചിറക് നഷ്ടപ്പെട്ട, വേട്ടയാടപ്പെട്ട അവളുടെ ജീവിതം അതിസുന്ദരമായിട്ട് ക്രമീകരിക്കപ്പെടുകയാണ്. ഒരു ദിവസം അവള് ഈശോയുടെ കാലിൽ ആ സുഗന്ധ തൈലം പുരട്ടി ഈശോയുടെ അടുത്ത് അവിടെ കഴിഞ്ഞ കാല ജീവിതം എല്ലാം സമർപ്പിച്ചു. അവിടെ സമ്പത്ത് മുഴുവൻ ബാക്കിയുണ്ടായിരുന്നതും ഈശോയ്ക്ക് സമർപ്പിച്ചു. അവള് ഒരു യാത്ര, മരുഭൂമി അനുഭവം, വിജന ഭൂമിയിലേക്ക് പോകുന്ന അനുഭവം, പക്ഷേ അതൊരു ഉന്നതങ്ങളിലേക്കുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ അന്ത്രയോസിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അന്ത്രയോസെ, നീ പാടുപെട്ട ആ ആത്മാവ് അതിസുന്ദരമായി ഒരു ചിറക് നഷ്ടപ്പെട്ട ഒരു പ്രാവ് പൂർണ്ണമായി ആ ചിറകിൻ്റെ ശക്തി കിട്ടി ഉന്നതങ്ങളിലേക്ക് പറക്കുന്നത് പോലെ നീ ഇഷ്ടപ്പെട്ട ആ ആത്മാവ് മുകളിലേക്ക് തന്നെയാണ്. അന്ത്രയോസിന് ഒത്തിരി സന്തോഷം വരികയാണ്. കാരണം ഒരാത്മാവ് നേടുവാൻ ഈശോ ആ രഹസ്യം മറ്റാരോടും പറയുന്നില്ല, അന്ത്രയോസിനോട് മാത്രം. കാരണം അന്ത്രയോസ് അതിനുവേണ്ടി പ്രയത്നിച്ചവനാണ്, പ്രവർത്തിച്ചവനാണ്. ഇതൊക്കെയാണ് ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച, ഈശോയുമായിട്ട് യോജിച്ച, ഈശോ സ്പർശിച്ച ഒരു ജീവിതം. അത് ഒരിക്കലും നശിക്കില്ല, അത് ധന്യമായി തീരൂ. ഈ അനുഭവം കൂടിയാണ് ആഗ്ലയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. മേരിയും ആഗ്ലയുമായിട്ടുള്ള ആ സംഭാഷണം തീർച്ചയായിട്ടും ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവരും മാതാപിതാക്കളും ഉപദേശം കൊടുക്കുന്നവരുമെല്ലാം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. ഇത് വാൾത്തോർത്തായുടെ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത 4-ാം വാല്യത്തിലെ 152-ാമത്തെ പേജ് മുതൽ ഇത് നമുക്ക് കാണാൻ കഴിയും. പറ്റുന്നിടത്തോളം സൗകര്യപ്പെടുന്നവരെല്ലാവരും അത് വായിച്ചാൽ അതൊരു നിധി തന്നെയാണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും.